എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് നമ്മുടെ മത്രയിലുള്ള സുൽത്താൻ്റെ പാലസിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം നാഷണൽ ഡേ ഒക്കെ ആയതുകൊണ്ട് അവിടെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം അതികുട്ടനും ഐശ്വര്യയും അച്ചുവും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു ചെറിയ വാതിലാണ് കേട്ടോ കൊട്ടാരത്തിലേക്ക് കയറുന്നത്. അപ്പം നമ്മൾ അവിടെ പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മളതിനകത്ത് കയറിയപ്പോഴേ കൂട്ടുകാരെ നിങ്ങൾ ഈ കടലാസ് പൂ കണ്ടോ, അതിൻ്റെ അകത്താണ് അവരാ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിരുന്നത്. എന്നിട്ട് എൻ്റെ പുറത്തേക്ക് കണ്ടോ ഈ പൂക്കളെല്ലാം മതിലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ പൂക്കളെല്ലാം ഇങ്ങനെ അങ്ങേയറ്റം വരെ അവർ പടർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പം നേരത്തെ തന്നെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നേരം ഇരുട്ടും. അത് കാരണം ഞങ്ങൾ ഇവിടുന്ന് ഒരു 3:30 ആയപ്പോഴേ ഇറങ്ങി. അപ്പം ഒരു 4-4:15 ആയപ്പോഴത്തേക്ക് വലിയ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ എത്തിയായിരുന്നു കൂട്ടുകാരെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അവിടുത്തെ പൂക്കളും അവിടെയുള്ള ചെടികളും അതേപോലെ അവിടുത്തെ കാഴ്ചകളും ഒക്കെ പകർത്താൻ കഴിഞ്ഞു കേട്ടോ. അപ്പം ചെറുതായിട്ട് സന്ധ്യ ആവാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ സന്ധ്യ ആവുന്ന സമയത്തിനെന്ന് പറഞ്ഞാൽ ആ മലയുടെ മണ്ടയിലൊക്കെ നേരത്തെ പട്ടാളക്കാർ അവിടെ ഇരിക്കുന്ന ആ സ്ഥലത്തൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇനി നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മൾ അവിടെ എല്ലാം ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നടന്നപ്പോഴത്തേക്കാണ് അവിടെ എല്ലാം ഇഷ്ടം പോലെ തത്തകളുണ്ട് കേട്ടോ. പ്രാവുകളും തത്തകളുമാണ് അവിടെ ഏറ്റവും കൂടുതൽ. അതേപോലെ തന്നെ നമ്മുടെ കാക്കകളും ഉണ്ട്. ഈ കാണുന്നത് കണ്ടോ, ഇതൊരു വെള്ളം പോകുന്ന ഒരു കനാല് പോലുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് തന്നെ വലിയ പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ വെള്ളത്തിനൊക്കെ ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്. പക്ഷേ ഏതാണ്ട് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ, ഒരു പൈപ്പ് പോലുള്ള അതിൽ നിന്നും വെള്ളം ഇങ്ങനെ കുറേച്ചേ വീഴുന്നുണ്ട്. അവർ പണ്ട് കാലത്ത് ചിലപ്പോൾ ഉപയോഗിച്ചതായിരുന്നായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തോട്ട് വലിയൊരു ടാങ്ക് പോലെയുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ കൊട്ടാരത്തിലേക്ക് കയറുന്ന ഒരു കുഞ്ഞു വാതിൽ. പക്ഷേ അത് നല്ല ഭംഗിയാണ്. അത് നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ പുറത്തോട്ടുള്ള മലകളും അങ്ങനെയുള്ള മനോഹരമായ ഭാഗങ്ങൾ നമുക്ക് കാണാം കേട്ടോ കൂട്ടുകാരെ. നമ്മുടെ അതിരിക്കുട്ടം കണ്ടോ, അവിടെ എല്ലാം തുള്ളി ചാടി നടക്കുക. അതേപോലെ നല്ല പുൽമേടുകൾ, അതേപോലെ നല്ല ചെടികൾ, മരങ്ങൾ, ഇതെല്ലാം കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മസ്കറ്റിൽ എന്ന് പറയാം. അതേപോലെ തന്നെ ഈ മത്രയിലും അതുപോലെ തന്നെ മലകളുടെ അടിവാരത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ അവിടുത്തെ ആ പച്ചപ്പൊക്കെ കണ്ടോ. അതേപോലെ തന്നെ മരങ്ങൾ ഇതിനെല്ലാം അവർ വെള്ളം ഒഴിച്ചാണ് നിർത്തിയിരിക്കുന്നത്. വെള്ളം ഒഴിച്ച് എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മെയിൻറ്റെയിൻ ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2-3 ആഴ്ചയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് തണുപ്പ് കാലാവസ്ഥ തുടങ്ങും. അപ്പോഴത്തേക്ക് വേണ്ടുന്ന ചെടികളെല്ലാം അവർ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കുഞ്ഞു പ്ലാന്റായിട്ട് തന്നെ വരുന്നുണ്ട്. വരുമ്പം തന്നെ അതിനകത്ത് മൊത്തം പൂക്കളുമായിട്ടാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ പൂക്കളുടെ ഒരു പർദീസയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വശം. അവിടെ ഗേറ്റുണ്ട്. ആ ഗേറ്റിന് അപ്പുറത്തേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇപ്പുറത്തെ സൈഡിൽ ഒരു സെക്യൂരിറ്റി എല്ലാം ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ സെക്യൂരിറ്റികൾ തോക്കുമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഏരിയ തന്നെ ഒരുപാടുണ്ട്. നമുക്ക് എത്ര ആൾക്കാർ ചെന്നാലും അത് കാർ പാർക്ക് ചെയ്തിട്ട് വിശാലമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സൗകര്യം തന്നെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കാണുന്നത് വിശാലമായിട്ടുള്ള ആ കൊട്ടാരത്തിൻ്റെ ആ ഒരു സ്ഥലവും ചെടികളും ഒക്കെയാണ്. കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലുള്ള പനിനീർ റോസ എന്ന് വെച്ചാൽ നല്ല പനിനീർ റോസ. ഞാൻ മണപ്പിച്ച് നോക്കി കൂട്ടുകാരെ. ആ പനിനീർ റോസ, പട്ട് റോസ, അങ്ങനെയുള്ള പലതരത്തിലുള്ള റോസകൾ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. ഞാനത് കണ്ടപ്പോഴത്തേക്ക് അവിടെ അങ്ങ് ഇരുന്ന് അങ്ങോട്ട് ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് കിടന്നപ്പോഴത്തേക്കാണ് ആ ചെടികളുടെ ആ മണം, പുല്ലിൻ്റെ ആ ഒരു പ്രത്യേകതരം ചെടി ഞാൻ ചാരിയിരിക്കുന്നത്, അതിൻ്റെ ഒരു മണം തന്നെ നല്ലതായിരുന്നു. അപ്പോൾ ഈ പൂക്കളൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം കേട്ടോ. അങ്ങനെ അവിടുന്ന് നടന്ന് അങ്ങോട്ട് പോയപ്പോൾ ഈ മതിലിലെല്ലാം പടർത്തിയിട്ടേക്കുന്ന ഒരു ചെടികൾ നിങ്ങൾ കണ്ടോ. അപ്പോൾ അതിനകത്തെല്ലാം ഒരു സൈസ് വയലറ്റ് കളറിലെ പൂക്കളുണ്ടായിരുന്നു. അങ്ങനെ ഈ പൂക്കളൊക്കെ കണ്ട് എന്തോ ചെയ്യണമെന്നറിയാതെ ഞാൻ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ആ പൂക്കളുടെ അടുത്തേക്ക് പോയിട്ട് ആ കുഞ്ഞു പൂക്കളുണ്ട് വയലറ്റ് കളറിലെ. അതിങ്ങനെ ഒന്ന് തൊട്ടപ്പോഴത്തേക്ക് അതിൽ നിന്ന് പൊഴിഞ്ഞ് എൻ്റെ പുറത്തെല്ലാം വീണ്. എങ്ങനെയുണ്ട്, നല്ല സൂപ്പറായിട്ടില്ലേ ആ പൂക്കൾ. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ നാട്ടിൽ മഴകളും ഇഷ്ടം പോലെ നല്ല കാലാവസ്ഥയൊക്കെ ഉണ്ടായിട്ട് പോലും ഇതിൻ്റെ ഒന്നും ഒരു അംശം പോലും വെച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെയൊക്കെ നമ്മുടെ ഗവൺമെൻറ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കുറേ പേർക്ക് ജോലിയും കിട്ടിയേനെ. നമ്മുടെ ആ കേരളം എന്ത് ഭംഗിയാക്കിയിടായിരുന്നു. ഈ കാണുന്നത് കണ്ടോ, വലിയൊരു മരമായിട്ട് കൂട്ടുകാർ. ഈ മരത്തിൻ്റെ മണ്ടയിൽ മൊത്തം തത്തയായിരുന്നു. പിന്നെ ഇങ്ങനെ വന്നപ്പം അഡീനിയവും പിന്നെ പെറ്റൂണിയം, ഇങ്ങനെയുള്ള പല കളേഴ്സിൽ ആയിട്ട് അവർ ചെടികൾ ഇങ്ങനെ ഇടവിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ചുവിൻ്റെ കൂടെ പറഞ്ഞു, അച്ചു ഇതെല്ലാം നിങ്ങൾ എടുക്കണം, എനിക്ക് എൻ്റെ കൂട്ടുകാരെ എല്ലാം ഇത് കാണിക്കണം. അപ്പോൾ ഈ പൂക്കളെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും പൂക്കളെയും ചെടികളെയും മരങ്ങളെയും പക്ഷികളെയും എല്ലാം സ്നേഹിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും.
വൈകുന്നേരം ആയതിനാൽ അധികം ചൂടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും ചൂട് നന്നായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3:30-4 മണി വരെ നല്ല ചൂടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് തണുത്തിട്ട് രാത്രിയൊക്കെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചൂടൊന്നും ഇല്ലാത്ത ഒരു നല്ല കാലാവസ്ഥയിൽ ഇപ്പോൾ രാവിലെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ളും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഈ മത്രയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റാറിൻ്റെ ഷേപ്പിലൊക്കെ ഇവിടെ ചെടികൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ കണ്ടോ? അതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞു കുഞ്ഞു പൂക്കൾ, ഇതിൻ്റെ പേര് എനിക്ക് അത്ര ഇതില്ല, പോപ്പി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ പൂക്കളെല്ലാം ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടലാസ് ചെടികൾ പല തരത്തിലുള്ളതുണ്ട്, കുങ്ങിണിയുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാലും സൂപ്പറാന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ കണ്ട് നടന്നപ്പോഴത്തേക്കും നമ്മുടെ അതിരിക്കുട്ടന് വിശക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ എന്നാൽ വിചാരിച്ച് പോയി വണ്ടിക്കകത്ത് ബിസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവനെ പിന്നെ നന്ദേട്ടൻ അങ്ങ് എടുത്തു കൂട്ടുകാരെ. അങ്ങനെ അതിരിക്കുട്ടന് പിന്നെ ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ ഇരുന്നു. അപ്പോൾ ഈ തത്ത ഈ മരത്തിൻ്റെ മണ്ടയിൽ നിന്ന് ഇങ്ങനെ പറന്നു പോകുന്നതുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് നന്നായിട്ട് അച്ചു എനിക്ക് ഒന്ന് സൂം ചെയ്തെടുക്കാനായിട്ട് അത് പറ്റിയില്ലാന്ന്. അങ്ങനെ അതിക്കുട്ടൻ നടന്ന് ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ നന്ദേട്ടൻ അവനെ എടുത്തിട്ട് വീണ്ടും നമ്മൾ അവിടെയൊക്കെ കുറേ നേരം കൂടെ നിന്ന്, എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് കുറേ വീഡിയോസും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ ആ പൂക്കളുടെ ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടാണ് കൂട്ടുകാരെ അവിടെ നിന്ന് മടങ്ങിയത് കേട്ടോ. സന്ധ്യയാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരുപാട് സഞ്ചാരികൾ വരുന്ന സമയങ്ങളാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ വിക്ടോറിയ എന്ന് പറയുന്ന ഒരു വലിയ കപ്പൽ അടുത്തായിരുന്നു. അപ്പോൾ അതേപോലെയുള്ള കപ്പലുകളൊക്കെ ഒരുപാട് ഇനി വന്ന് അടുക്കുന്നതും വിദേശികൾ വന്ന് ഇവിടെ എല്ലാം കാണാൻ വരുന്നതുമായിട്ടുള്ള സമയങ്ങളാണ്. അപ്പം എന്തേ കണ്ടോ, അവിടുത്തെ അവരുടെ കൊടിയുടെ കളറിലുള്ള ലൈറ്റുകളെ അവരെല്ലായിടത്തും തെളിയിച്ച് വെച്ചിരുന്നത്. അങ്ങനെ ഞാൻ വന്നപ്പം കാണാൻ ഒരു വലിയ കറ്റാർ വാഴ അവിടെ നിൽക്കുന്നു കേട്ടോ കൂട്ടുകാരെ. അതിലെ പൂവ് കണ്ടോ? ഇന്നാൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു ഈ കറ്റാർ വാഴയിലെ പൂവ് തോരൻ വെക്കുന്നത്. അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്കൊരു എന്താ പറയുന്നത്, ഒന്ന് പോയി കാണണമെന്ന് തോന്നി. അങ്ങനെ അവിടെ പോയിട്ട് നിങ്ങളെയും കൂടെ കാണിക്കുക. ഇതേപോലെ ആ കറ്റാർ വാഴ നിന്നിട്ട് അടുത്തതായിട്ട് ഒരു മരം, പിന്നെ വീണ്ടും കറ്റാർ വാഴ, അങ്ങനെ അവർ ഇടവിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നന്ദേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഞാനും അതിരിക്കുട്ടനും കൂടെ വണ്ടിയിൽ പോയി. ഈ ഒമാനിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മത്രയാണ് കൂട്ടുകാരെ. അതേപോലെ തന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഒമാൻ കേട്ടോ. അപ്പം അന്നത്തെ ദിവസം നന്നായിട്ട് നമ്മളവിടെ എൻജോയ് ചെയ്തു. അവിടുത്തെ കൊട്ടാരത്തിൽ രാത്രിയായപ്പോഴത്തേക്ക് കണ്ടോ ട്രീയിലെല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് എങ്ങനെയാണോ അതേപോലെ ഓരോ ട്രീകളിലും അവർ കണ്ടോ നിറച്ചും ഇലുമിനേഷൻ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല ഈ നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് എല്ലാ മരങ്ങളിലും ഏകദേശം ഒരു 1/4 ഭാഗത്തോളം, അതിൻ്റെ തടിയുടെ 1/4 ഭാഗത്തോളം ഇതേപോലെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ മസ്കറ്റ് കാണാൻ വരുന്നവരെല്ലാം അന്നേരം വരണം, അടിപൊളിയാണ് കേട്ടോ.